വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും മഴ ശക്തമാകുമെന്നാണ് പ്രവചനം. ഇതേസമയം അതിർത്തി മേഖലകളിൽ ചുഴലിക്കാറ്റിന് സമാനമായ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. നിരവധിയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീണ കൃഷിവിളകളും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ ആഞ്ഞുവീശുന്ന ശക്തമായ കാറ്റിൽ ജനജീവിതം ദുസ്സഹമാണ്. കഴിഞ്ഞ 3 ദിവസമായി സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ജില്ലയിൽ പരക്കെ ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷവും രാത്രികാലങ്ങളിലുമാണ് മഴ ശക്തമായി ലഭിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കാലവർഷം ആരംഭിച്ചതു മുതൽ ആദ്യ 10 ദിവസങ്ങളിൽ മാത്രമാണ് ജില്ലയിൽ കാര്യമായ മഴ ലഭിച്ചത്. പിന്നീട് മഴ പിൻവലിയുന്ന കാഴ്ചയാണ് കണ്ടത്. കാർഷിക മേഖലയിലടക്കം മഴക്കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യവും നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ വീണ്ടും എത്തിയതോടുകൂടി കർഷകരും ആശ്വാസത്തിലാണ്. ഇതേസമയം ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞത് KSEBക്കും ആശങ്ക ഉയർത്തിയിരുന്നു. വൈദ്യുതി ഉൽപാദനം ഗണ്യമായി കുറയ്ക്കുവാനുള്ള ശ്രമവും KSEB ആലോചിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭിച്ചാൽ മാത്രമേ വൈദ്യുതി ഉൽപാദന പ്രതിസന്ധിയിലടക്കം ആശങ്ക ഒഴിയുകയുള്ളൂ. നിലവിൽ KSEBയുടെ അധീനതയിലുള്ള ജില്ലയിലെ ഡാമുകളിൽ മിക്കതിലും 30% താഴെ മാത്രമാണ് ജലമുള്ളത്. ചെറു ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നില്ല. മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ മലയോര മേഖലയിലും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.